ഓക്കെ, ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നമ്മുടെ എക്സാമിനേഷൻ 2025 ഏപ്രിൽ ബാച്ചിലാണ് വരുന്നത്. അതിനു വേണ്ടി സജ്ജരായിരിക്കുകയാണ് നമ്മൾ. കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളൊക്കെ നമ്മൾ ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏപ്രിൽ ബാച്ച് ആവുമ്പോൾ നമ്മൾ ഓഗസ്റ്റിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി ഈ 6 മന്ത് ഡ്യൂറേഷനിലായിട്ട് നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ശേഷം ഫെബ്രുവരി മന്ത് നമ്മൾ റിവിഷനും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവിനൊക്കെയുള്ള മന്തായിട്ട് നൽകി. അത് കഴിഞ്ഞിട്ടുള്ള മാർച്ച് മന്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു മന്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനമായിട്ട് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ ഈ സയൻസ് സബ്ജക്റ്റുകൾ എടുത്ത കുട്ടികൾ, അവര് നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യണം. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ അവര് ആ സബ്ജക്റ്റുകളിൽ പാസ്സാവൂ. അതുപോലെ തന്നെ ഈ സയൻസ് എടുത്ത സബ്ജക്റ്റിൽ അതിന്റെ പ്രാക്ടിക്കൽ എക്സാം അതിന്റെ ടൈമൊക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ ടൈം ഷെഡ്യൂളിലാണ് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ID കാർഡിൽ താഴെ കാണുന്ന സ്റ്റഡി സെന്ററുമായി കോൺടാക്ട് ചെയ്ത് PCP ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാം. PCP ക്ലാസ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് ആ PCP ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതോടുകൂടെ തന്നെ അവിടുന്ന് റെക്കോർഡ് ചെയ്താലുള്ള സബ്ജക്റ്റ് തരും, അതുപോലെ സൈൻ ചെയ്യും വേണം. അതിന്റെ ശേഷം പ്രാക്ടിക്കൽ എക്സാം എന്നാണ്, ഏത് ടൈമിലാണ് നിങ്ങൾക്ക് വരേണ്ടത് എന്നുള്ളത് വരും. അവർ പറയും. അതിനനുസരിച്ച് നിങ്ങൾ അവർ നൽകിയ റെക്കോർഡ് ബുക്ക്, ആ സബ്ജക്റ്റ് വെച്ച് റെക്കോർഡ് ബുക്ക് എഴുതി തയ്യാറാക്കി പ്രാക്ടിക്കൽ എക്സാമിന് കൊണ്ടുപോകണം. ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എഴുതി തയ്യാറാക്കാൻ വേണ്ടി ചില ആളുകൾക്ക് സബ്ജക്റ്റ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിനൊക്കെ പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞ് ചെറിയൊരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു 4-5 ആക്ടിവിറ്റീസ് എഴുതിയിട്ടാണ് നിങ്ങൾ പോവേണ്ടത്. അതിലൊരു 2-3 പഠിച്ചു പോവുക. അവിടെ റിട്ടൺ ആയിട്ട് എക്സാം ഉണ്ടാവും. ഈ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിട്ടൺ ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അവിടെ സൈൻ ചെയ്യുകയും ചെയ്യാം, നിങ്ങളുടെ ID കാർഡൊക്കെ കൊണ്ടുപോയിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാം പാസ്സാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിച്ച് അത് ക്ലിയർ വരുത്തി കൃത്യമായിട്ട് തന്നെ സയൻസ് എടുത്ത ആളുകൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് കൃത്യമായിട്ട് സജ്ജരാവണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒരു 3 ദിവസം മുമ്പ് എന്നെയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനുള്ള ഒരു ഹാൾ ടിക്കറ്റ് വരും. അത് ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഞാൻ വേണമെങ്കിൽ അതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അവർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് അതിന്റെ ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് അതും കൂടെ പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് കൊണ്ടുപോകാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1 നിങ്ങളുടെ ID കാർഡ്, 2 ഈ ഹാൾ ടിക്കറ്റ്, 3 റെക്കോർഡ് ബുക്ക്. ഇത് 3ഉം കൃത്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നൽകുന്ന സമയം, ഡേറ്റ്, അതിനനുസരിച്ച് കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയി അറ്റൻഡ് ചെയ്യാം. ഇതാണ് സയൻസ് എടുത്ത സബ്ജക്റ്റുകൾക്കുള്ള സ്റ്റുഡൻസിനുള്ള പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വോയിസ് കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ 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 ഓക്കെ. ഇനി
അല്ലാത്ത സ്റ്റുഡൻസ് നമ്മൾ ഇന്നലെ അതിന്റെ ടൈം ഷെഡ്യൂള് മോഡൽ എക്സാമിന്റെ ടൈം ഷെഡ്യൂൾ നൽകി കൃത്യമായിട്ട് ആ ടൈമിൽ നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് തുടങ്ങുന്നത്, 2 to 5 ആണ്. അതിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾ 2 മണിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 2 മണിയുടെ മുമ്പായിട്ട് തന്നെ നമ്മളെ ഗ്രൂപ്പിൽ അയക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ A4 ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ ആൻസറുകൾ എഴുതി അതിന്റെ ശേഷം ഒരു അരമണിക്കൂറും കൂടെ സമയം തരുന്നുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ആ എഴുതിയിട്ടുള്ളത് ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് നിങ്ങൾ പേഴ്സണലി എൻ്റെ ഈ നമ്പറിൽ അയച്ചു തരണം. ഓക്കെ, അതാണ് പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഓരോന്നും 2-3 ദിവസങ്ങളൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ആ എക്സാമിന് നല്ല രീതിയിൽ തന്നെ തയ്യാറാവാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് 2-3 ദിവസങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാതെ ഒരാളും മെയിൻ എക്സാമിലോട്ട് എൻ്റർ ആവരുത്, കാരണം അവർക്ക് എക്സാം ടഫ് ആയിരിക്കും. മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് സെയിം ക്വസ്റ്റ്യൻസുകളൊക്കെ മെയിൻ എക്സാമിന് വന്നതായിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാം മെയിൻ എക്സാം വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം എങ്ങനെ എഴുതും, അതുപോലെ കൃത്യമായിട്ടുള്ള ഈ 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ള രീതികളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനും കൂടെയാണ് ആ ഒരു എക്സാമിന്റെ ടൈമും കാര്യങ്ങളും കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ട് അയക്കണം. എല്ലാവർക്കും സൗകര്യമാകുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാ സബ്ജക്റ്റും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇംഗ്ലീഷ് ആണെങ്കിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ഇനിയിപ്പോ ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല സാറേ, ഇവിടുന്ന് അങ്ങോട്ട് ഇനി തയ്യാറായി കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് പറ്റും. മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അതുപോലെ മെയിൻ എക്സാമിന് ഇനിയുള്ള ദിവസങ്ങൾ ഏകദേശം നമുക്ക് അടുത്ത ഏപ്രിൽ ഒരു പകുതി മുതലൊക്കെയാണ് വരിക. ഒരു 15 മുതലൊക്കെ നമുക്ക് ഡേറ്റുകൾ പ്രതീക്ഷിക്കാം പബ്ലിക് എക്സാമിന്റെ. അപ്പൊ ഏകദേശം ഇനി ഒരു മാസത്തോളം വരുന്നുണ്ടല്ലോ, അത് 1.5 മാസത്തോളം ഉണ്ട്. ഈ 1.5 മാസം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 1-2 മണിക്കൂർ 2 മണിക്കൂറെ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്കോട് കൂടെ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ കൂടുതലായിട്ട് ഇതുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസ് ഇംഗ്ലീഷ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് കൂടുതൽ മാർക്കുകൾ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് വരുന്നുണ്ട്. ഈ ബേസ് ഇംഗ്ലീഷിന്റെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 മുതൽ വരുന്നത് വീഡിയോ ക്ലാസ് ആണ്. ഈ വീഡിയോ ക്ലാസ്സിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാരഗ്രാഫ് മേക്ക് ചെയ്യുക, ലെറ്റർ റൈറ്റ് ചെയ്യുക, അതുപോലെ 2 സെന്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അതുപോലെ ടെൻസ് ഗ്രാമറിന്റെ കുറച്ച് ബേസുകൾ, അതുപോലെ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ 2024 ഏപ്രിൽ മുതൽ ന്യൂ മോഡലാണ് സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. ആ മാറിയ സിലബസ് ആണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഇതിനൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള വീഡിയോ ആണ്. ഇതിൽ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും റിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഇംഗ്ലീഷിന്റെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഇംഗ്ലീഷിൻ്റെതിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യനും അതിന്റെ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് അത് ഓരോന്ന് എത്ര മാർക്കിനാണ് എത്ര പേജാണ് എഴുതേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളും ആൻസർ എങ്ങനെ എഴുതാം എന്നുള്ളതും കൂടെ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സും കൂടെ ഈ ഒരു വീഡിയോയിൽ അതിലെല്ലാതും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് 4 2022 ഒക്ടോബർ ബാച്ചിൽ ചോദിച്ചുള്ള പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്തത്. അതിന്റെ തൊട്ട് താഴെ ക്ലാസ് 5ന്റെ ഉണ്ട്. അതൊക്കെ ഏകദേശം സെയിം ആണ് വരുന്നത് ക്ലാസ് 5ൻ്റെതൊക്കെ. എന്നിരുന്നാലും നിങ്ങൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് അത് എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിച്ച് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിൽ പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന്റെ ഇംഗ്ലീഷ് മെയിൻ സബ്ജക്റ്റ് ആകുന്ന ഈ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ ചാപ്റ്റേഴ്സിൽ 22 ചാപ്റ്റേഴ്സ് ടോട്ടൽ ആയിട്ടുണ്ട്. ഈ ചാപ്റ്റേഴ്സിന്റെ പുറത്ത് നിന്ന് നമുക്ക് പാസ്സാവാനുള്ള ഏകദേശം മാർക്കിന് നമ്മുടെ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് സെന്റൻസുകൾ റൈറ്റ് ചെയ്യുക, ലെക്ചർ മേക്ക് ചെയ്യുക, 2 സെന്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഓപ്ഷണൽ മൊഡ്യൂള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷണൽ മൊഡ്യൂള്, ആ ഓപ്ഷണൽ മൊഡ്യൂള് നിങ്ങൾ നിർബന്ധമായിട്ടും
പഠിച്ചു വെക്കുക. കാരണം അതിൽ 15 മാർക്കിന് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് വരും. നമ്മൾ ടോട്ടൽ 33 മാർക്കാണ് വേണ്ടത്. ആ ഒരു 33 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 50 മാർക്കിനുള്ളതെങ്കിലും ശരിക്കും പഠിച്ചു വെക്കണം. എന്നാലേ നമുക്കൊരു 33 മാർക്കെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ്. അതുപോലെ സെക്കൻഡ് ലാംഗ്വേജുകളൊക്കെ അതിന്റെ ക്ലാസ്സുകളും അതിന്റെ ചാപ്റ്റേഴ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ അതിൽ നോക്കുക. ഹിന്ദിയുടെ കേസിൽ ഹിന്ദി എടുത്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഹിന്ദിയിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഏരിയയിൽ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു സൈറ്റിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ട് പുതിയ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ഇതിൽ കാണുന്ന PDF കൃത്യമായിട്ട് പുതിയ മോഡലിലെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളെ സൈറ്റിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ചാപ്റ്റേഴ്സ് PDF ആൻഡ് വീഡിയോ എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ പാഠത്തിലും എത്ര മാർക്കിനാണ് വരുന്നത്, ക്വസ്റ്റ്യൻസ് എങ്ങനെ, എല്ലാ ക്ലാസ് റൂം ഓപ്പൺ ആക്കിയാലും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത്, എത്ര മാർക്കിനാണ് വരുന്നത്, എങ്ങനെയൊക്കെ എന്നുള്ള രീതികൾ കൃത്യമായിട്ട് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സോഷ്യോളജി, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജി എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി 18 ചാപ്റ്റേഴ്സുകളാണ് പഠിക്കേണ്ടത്. അതിൽ തന്നെ ഓരോ മൊഡ്യൂളിനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് ഫോർ മൊഡ്യൂൾ, വെയിറ്റേജ് ബൈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂള്. ഈ ഫസ്റ്റിലെ മൊഡ്യൂളിന് 12 മാർക്കിനാണ് വരുന്നത്, സെക്കൻഡ് മൊഡ്യൂൾ 26 മാർക്കിനാണ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സുകളും ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാർക്ക് ഫോർ മൊഡ്യൂൾസ് എന്ന് കാണാം. അത് ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു 50 മാർക്കിനുള്ള ടോട്ടൽ മൊഡ്യൂളുകൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഫസ്റ്റിലെ മൊഡ്യൂൾ 12, പിന്നെ 26, പിന്നെ 22, അങ്ങനെ 13, അങ്ങനെ ഒരു 50 മാർക്കിനുള്ള സെലക്ട് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണോ കൂടുതൽ മാർക്കുള്ള മൊഡ്യൂൾ, കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഒന്നാമത്തെ ഈ മൊഡ്യൂളിൽ ഒരു 5 ചാപ്റ്റർ ആണെങ്കിൽ അതിന് 12 മാർക്കാണ് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ മൊഡ്യൂളിലും 5 ചാപ്റ്റർ ആണെങ്കിൽ അതിന് 26 മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 26 മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്യുക, കാരണം അത് 12 മാർക്ക് മാത്രമേ ഉള്ളൂ, 5 ചാപ്റ്റർ പഠിക്കണം. അപ്പൊ അങ്ങനെ കൂടുതൽ ചാപ്റ്റേഴ്സ് ഇല്ലാത്ത, വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഉള്ള, കൂടുതൽ മാർക്കിന് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ ആ മൊഡ്യൂളുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു 50 മാർക്കുള്ള സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ വായിച്ച് അതിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇനി സമയം വളരെ കുറവാണ്. ഗൈഡ് ബുക്കുള്ള ആളുകൾ ഗൈഡ് ബുക്ക്, അതുപോലെ ഗൈഡ് ബുക്ക്സ് ഇല്ലാത്ത ആളുകൾ ഇതിലെ നോട്ട്സ് കൃത്യമായിട്ട് റീഡ് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കി വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഏരിയയുടെ ക്ലാസ് കേൾക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂള് ഇതിൽ കാണുന്നില്ല. നമ്മളെ മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ഓപ്ഷണൽ മൊഡ്യൂള് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷണൽ മൊഡ്യൂള് 15 മാർക്കിനില്ല. അപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സിന്റെ മാർക്ക് ഫോർ മൊഡ്യൂളിൽ കാണാം. ലാസ്റ്റ് 6A 6B. എന്ന് പറഞ്ഞാൽ എ മൊഡ്യൂള്, ബി എന്ന ബി മൊഡ്യൂള്. അപ്പൊ എ മൊഡ്യൂള് മാത്രം നമ്മൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മാർക്ക് നോക്കുമ്പോൾ 15 മാർക്ക് ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷണൽ മൊഡ്യൂൾ 7 വന്നിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഇൻഡെക്സിൽ എത്ര ഉണ്ട് എന്നൊന്ന് നോക്കാം. 7A, അതുപോലെ തന്നെ 2 ലെസൺ 30ഉം ലെസൺ 31ഉം. അപ്പൊ ഈ ലെസൺ 30ഉം 31ഉം ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 15 മാർക്കിനുള്ളത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പൊളിറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റില്. അപ്പൊ ഇങ്ങനെ 15 മാർക്ക് ഫുള്ളായിട്ട് കിട്ടും എന്നല്ല, അത് എല്ലാവരും കൃത്യമായിട്ട് അതിന്റെ ആൻസർ എഴുതിയാലാണ്, പൂർണ്ണമായിട്ട് എഴുതിയാലാണ് 15 മാർക്ക് കിട്ടുക. എന്നിരുന്നാലും 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വരും. നമ്മൾ അങ്ങനത്തെ ഒരു 50 മാർക്കിന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു.
അതുപോലെ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ടൈം ഷെഡ്യൂളും മറ്റു കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ പ്രധാനപ്പെട്ടത് എന്നുള്ള ഏരിയകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2024 ഏപ്രിൽ, കഴിഞ്ഞ വർഷത്തെ ഏപ്രിലിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഏപ്രിലേതെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. നോക്കിയിട്ട് അതിന്റെ ആൻസറുകളൊക്കെ കണ്ടെത്തി കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലാണ് വരിക, സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് ഉപകരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും സെന്റൻസുകൾ കിട്ടാത്ത, ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം കിട്ടാത്തതുണ്ടെങ്കിൽ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ.